145 സങ്കീർത്തനത്തിന്റെ 20 വാക്യം. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കും. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ എക്കാലവും തിരിച്ചറിയണം, നീ അനാഥനല്ല, നിന്നെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നതെന്ന് ബൈബിൾ പഠിച്ചാൽ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അവൻ ദൈവത്തിന്റെ പൂർണ്ണമായ പരിപാലനത്തിന്റെ കീഴിൽ ആകും. ഒറ്റപ്പെടലും നിരാശകളും സങ്കടങ്ങളും ശത്രുവിന്റെ നിരന്തരമായ ആക്രമണങ്ങളും അനുഭവിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നിനക്കൊരു കാവൽ ആവശ്യമാണ്, ഒരു പരിപാലനം ആവശ്യമാണ്. പ്രവചനങ്ങളിൽ വായിക്കുന്നുണ്ട്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ യഹോവ നിന്നെ കാക്കും. ഇന്ന് വചനം കേൾക്കുന്ന സ്നേഹിതരോട് ഞാൻ പറയാം, ആഴമായി കർത്താവിനെ സ്നേഹിച്ചാൽ, ആഴമായി കർത്താവിനോട് അടുത്താൽ, സ്തോത്രം, നിങ്ങളുടെ ഉള്ള ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, ബൈബിൾ പഠിപ്പിക്കുക, ദൈവം നിന്നെ പരിപാലിച്ചു കൊണ്ടേയിരിക്കും. ഏതെല്ലാം വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നിനക്ക് മുമ്പിൽ വന്നാലും അതൊന്നും നിന്നെ തകർക്കത്തില്ല. ഒന്ന് മാത്രമുണ്ടാകട്ടെ, ആഴമേറിയ ദൈവസ്നേഹം കൊണ്ട് നീ നിറയട്ടെ. കർത്താവിനെ സ്നേഹിക്കാവുന്നത്തോളം സ്നേഹിക്കുമ്പോൾ നീ ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കീഴിലാകും. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ചു പറയാം, കർത്താവേ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ലല്ലോ, ഉറങ്ങത്തില്ലല്ലോ, ഞങ്ങളെ 24 മണിക്കൂറും പരിപാലിക്കണമേ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നിന്റെ മക്കൾക്ക് നേരെ വരുമ്പോ ആ പ്രതിസന്ധികളെ ജയിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കീഴിൽ നിന്റെ മക്കളെ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ പരിപാലിക്കും. ഗോഡ് ബ്ലസ് യു.